സിംബൽ ഓഫ് ലവ് എന്നറിയപ്പെടുന്ന താജ്മഹൽ പോലെ ഹൈദരാബാദിനുമുണ്ടൊരു പ്രേമമന്ദിരം. അങ്ങനെ അധികമാരും സംസാരിച്ച് കേട്ടിട്ടില്ലാത്ത ആ പ്രേമമന്ദിരത്തിൻ്റെ കഥ പറയും. 4ാമത്തെ കുതുബ് ഷാഹി രാജാവായിരുന്ന ഇബ്രാഹിം കുലി കുതുബ് ഷാ മൂസി നദിയുടെ തീരത്ത് അതിമനോഹരമായ പേർഷ്യൻ ശൈലിയിൽ ഒരു പ്രേമമന്ദിരം നിർമ്മിച്ചു. അതാണ് താരാമതി ഭരദ്വാരി. അന്ന് രാജാവിൻ്റെ കാമുകിയായിരുന്ന താരാമതിക്ക് രാജകുടുംബത്തിലെ അംഗമല്ലാത്തത് കൊണ്ട് തന്നെ രാജാവിൻ്റെ കൊട്ടാരമായിരുന്ന ഗോൽക്കൊണ്ട ഫോർട്ടിലേക്കോ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്കോ ഒന്നും പ്രവേശനമില്ലായിരുന്നു. എങ്കിൽ കൂടി രാജാവിന് താരാമതിയുടെ അതിമനോഹരമായ സംഗീതം കേൾക്കാതിരിക്കാനോ താരാമതിയെ കാണാതിരിക്കാനോ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ രാജാവ് ഗോൽക്കൊണ്ട ഫോർട്ടിൽ നിന്നും വെറും 3 കിലോമീറ്റർ അകലെയായിക്കൊണ്ട് താരാമതി ഭരദ്വാരി എന്ന 12 കവാടങ്ങളുള്ള അതിമനോഹരമായൊരു മന്ദിരം താരാമതിക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ താരാമതി ഭരദ്വാരിയിൽ നിന്ന് താരാമതി സംസാരിക്കുന്നത് അങ്ങ് അകലെയുള്ള ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ ദർബാറിൽ നിന്ന് രാജാവിനും അവിടെ നിന്ന് രാജാവ് സംസാരിക്കുന്നത് ഇവിടെ ഇരുന്ന് താരാമതിക്കും വ്യക്തമായി കേൾക്കാമായിരുന്നു. അങ്ങനെ ഒരു ശബ്ദാത്ഭുതം കൂടി രാജാവ് ഇതിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തിയിരുന്നു. ചില പ്രേമകഥകൾ വാക്കുകൾക്ക് അതീതമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, കുതുബ് ഷാഹി രാജാക്കന്മാരെല്ലാവരും ഒരുമിച്ച് അന്തിയുറങ്ങുന്ന കുതുബ് ഷാഹി ടോംസിൽ താരാമതിക്കും രാജാവ് ഒരിടം നൽകി എന്നുള്ളത് ഒരു ചെറിയ കാര്യമാണ്. ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഹൈദരാബാദിൻ്റെ കൂടുതൽ കഥകളുമായി വീണ്ടും കാണാം.